അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഇപ്പോൾ രാഹുലിൻ്റെ ഈ പരാമർശങ്ങൾ, ഈ വാർത്താ സമ്മേളനം മായി ബന്ധപ്പെട്ടാണല്ലോ CPM-ഉം ഇത്തരത്തിൽ വോട്ട് ചോരി ആരോപണം ഏറ്റുപിടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ വളരെ കൃത്യമായി നിയമ സംവിധാനങ്ങൾ ഇടപെട്ടിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിൻ്റെ ആധികാരികത തന്നെ ശരിയല്ല എന്ന് CDS തന്നെ അത് തള്ളി പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഈ CDSൻ്റെ ഡാറ്റയെ എടുത്തുകൊണ്ടാണ് നിങ്ങളടക്കം CPM അടക്കം BJP-ക്കെതിരെ ഇവിടെ പ്രചാരണം നടത്തുന്നത്. അതിൽ നിന്നും പിന്മാറാൻ സമയമായോ? നിലിമ, CSDS-ന്റെ കോ ഡയറക്ടർ പ്രൊഫസർ സഞ്ജയ് കുമാർ അദ്ദേഹം പറഞ്ഞ വാദമുഖങ്ങൾ രണ്ട് മണ്ഡലങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും വന്നിട്ടുള്ള അസ്വാഭാവികമായിട്ടുള്ള വോട്ട് വളർച്ചയെ സംബന്ധിച്ച് അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആദ്യം പറയുകയും അതിനെ തുടർന്ന് നിങ്ങളുടെ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ICSSR ആണ് അവർ CSDS-ന് ഫണ്ട് ചെയ്യുന്ന സ്ഥാപനം. ICSSR-ന്റെ നിയന്ത്രണം കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ളതാണ്. CSDS-നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വസ്തുത കൂടി ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. അപ്പോ CSDS-ന്റെ നിയന്ത്രണം പണം നൽകുന്ന സ്ഥാപനമായിട്ടുള്ള ICSSR-നെ വഴി കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഞാനൊന്ന് ഇടപെടുന്നതുകൊണ്ട് അങ്ങ് ക്ഷമിക്കണം. ഈ CSDS-ന് ഫണ്ട് നൽകുന്നത് ഈ പറയുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം മാത്രമല്ല. അങ്ങ് ഫോർഡ് ഫൗണ്ടേഷന്റെ അടക്കം സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് ഇന്നലെ ഒരു ദേശീയ മാധ്യമത്തിന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് സഞ്ജയ് കുമാർ. ഞാൻ അതിലേക്ക് വരാം, അങ്ങ് തുടർന്നോളൂ. അല്ല, അപ്പൊ സ്വാഭാവികമായും ICSSR ഇപ്പോൾ നടത്തിയിട്ടുള്ള ഇടപെടലിനെ തുടർന്ന് ഒരുപക്ഷെ പ്രൊഫസർ സഞ്ജയ് കുമാർ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാദമുഖങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉന്നയിക്കപ്പെട്ട 5 പ്രധാന ചോദ്യങ്ങൾ ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ വെച്ചിട്ടുണ്ട്. ഈ 5 ചോദ്യങ്ങൾ നാളിതുവരെ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരം നൽകാനായിട്ടില്ല എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. എങ്ങനെയാണ് കൃത്രിമ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? വ്യാജ മേൽവിലാസത്തിലും ഇല്ലാത്ത മേൽവിലാസത്തിലും വോട്ടർമാർ ഉള്ളതായി കാണിച്ചതെങ്ങനെ? ഒരേ മേൽവിലാസത്തിൽ അസ്വാഭാവികമായി വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചതെങ്ങനെ? അവ്യക്തമായ ഫോട്ടോകളും വ്യക്തമല്ലാത്ത തരത്തിലുള്ള ചിത്രങ്ങളും വെച്ച് വോട്ടർ പട്ടിക തയ്യാറാക്കിയത് എങ്ങനെ? അതുപോലെ കന്നി വോട്ടർമാരെ ചേർക്കുന്ന ഫോം 6 പ്രകാരം വ്യാപകമായി എങ്ങനെ കള്ളവോട്ടുകൾ ചെയ്തു? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നാളിതുവരെ ഒരു വർത്തമാനം പോലും പറഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇലക്ഷൻ കമ്മീഷനെ സംശയ നിഴലിലാക്കുന്ന തരത്തിൽ ഇലക്ഷൻ കമ്മീഷൻ എത്തിയിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ സംസാരിക്കുന്നത് BJP നേതാക്കന്മാരുടെ ഭാഷയിലും വാദമുഖങ്ങളുമാണ് എന്നുള്ളതാണ്. അങ്ങയുടെ ചാനൽ പോലും ഇന്ന് ഈ വിഷയം ഈ ആരോപണം ഉന്നയിച്ച രാഹുലിനോട് ആ ആരോപണത്തിന് തെളിവുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകൂ, അല്ലെങ്കിൽ മാപ്പ് പറയൂ എന്ന് പറയുന്നതാണോ BJP-യുടെ ഭാഷ? ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ട കാര്യം തന്നെയല്ലേ? ഇപ്പോൾ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, അങ്ങ് ഒരു ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിക്കുകയാണ്. അങ്ങേക്ക് സ്വാഭാവികമായും ആ വിഷയത്തിൽ തെളിവ് നൽകാനുള്ള ധാർമ്മികമായ ബാധ്യത അങ്ങേക്കുണ്ട്. അങ്ങ് ഉന്നയിക്കുന്ന വിഷയം സത്യസന്ധമാണെങ്കിൽ താങ്കൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത് ആ തെളിവ് താങ്കൾ ഹാജരാക്കും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത് BJP-യുടെ നാവായി എങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിലയിരുത്താൻ കഴിയും? അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഒന്ന്, ഏറ്റവും പരമപ്രധാന ഇലക്ഷൻ കമ്മീഷൻ ഇപ്പൊ ആവശ്യപ്പെട്ടത് 1960 രജിസ്ട്രേഷൻ ഓഫ് ഇലക്ടേഴ്സ് റൂൾസ് എന്ന് പറയുന്ന നിയമപ്രകാരമുള്ള ഒരു സത്യവാങ്മൂലമാണ്. ആ സത്യവാങ്മൂലം ആവശ്യപ്പെടുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതാണ്. ഒന്ന്. രണ്ട്, ഇലക്ഷൻ കമ്മീഷൻ രാജ്യത്തെ ജനങ്ങളെയും പൗരന്മാരെയും തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു വിധി ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് കമൽനാഥ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള വിധിയുടെ 26, 27 ഖണ്ഡികകൾ ഉദ്ധരിച്ചുകൊണ്ട് സ്വകാര്യതയുടെ ലംഘനമായതുകൊണ്ട് ജനങ്ങൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് സോഫ്റ്റ് കോപ്പി നൽകേണ്ടതില്ല അല്ലെങ്കിൽ ഡിജിറ്റൽ കോപ്പി നൽകേണ്ടതില്ല എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ആ വിധിയിൽ ഒരിടത്തും സ്വകാര്യതയുടെ ലംഘനത്തെ സംബന്ധിച്ച് സുപ്രീം കോടതി പരിശോധിച്ചിട്ടില്ല എന്ന് ആ വിധി വായിക്കുന്ന മുഴുവൻ ആളുകൾക്കറിയാം. പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, രാജ്യത്തെ പൗരന്മാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അത്തരത്തിലൊരു നിലപാടെടുത്തത് എന്നത് ഗതികേടാണ്. ഇതിൽ പരമപ്രധാനമായി കണ്ടത് 2023
നമ്മൾ രാജ്യത്തൊരു നിയമം പാസാക്കിണ്ടായി. ആ നിയമത്തിന്റെ പ്രാബല്യത്തിലാണ് ഒരു ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കുന്നത് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലെ ഒരാളും കൂടെ ഒരു മന്ത്രിയും കൂടെ ചേർന്ന് ആണ് ഇപ്പോ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിശ്ചയിക്കുന്നത്. അതിനു മുമ്പ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് സുപ്രധാനമായിട്ടൊരു വിധി പ്രസ്താവിക്കുകയുണ്ടായിരുന്നു. ആ വിധിയിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളതായിരുന്നു സുപ്രീം കോടതി പറഞ്ഞിരുന്നത്. അതിനെ പാടെ സുപ്രീം കോടതി വിധിയെ ഇല്ലാതാക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കിരാത നിയമം രാജ്യത്ത് ഭൂരിപക്ഷമുള്ള ഗവൺമെന്റ് നടപ്പിലാക്കിയത്. ഭരണഘടനാപരമായി സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടതും ഭരണഘടനാ സ്ഥാപനമെന്ന നിലയിൽ സ്വതന്ത്രമായി രാജ്യത്ത് ഇലക്ഷൻ നടത്തേണ്ട ബാധ്യതയുള്ളതുമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് BJPയുടെ വാലായി പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപമാണ് നിലവിലുള്ളത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് പ്രൊഫസർ സഞ്ജയ് കുമാറിൻ്റെതായി വിഡ്രോ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നത്. കാരണം CSDS ഫണ്ട് ചെയ്യുന്നത് ICSSR ആണെന്നുള്ളതുകൊണ്ടും ICSSRന്റെ ഭീഷണി അല്ലെങ്കിൽ നമുക്ക് പരിശോധിക്കാം. അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആ ചർച്ചയിലേക്ക് വരാം. അഡ്വക്കേറ്റ്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് 1951 മുതൽ ഒരാൾക്ക് ഒറ്റ വോട്ടാണ് ഉള്ളത്. കള്ളവോട്ടുണ്ടെങ്കിൽ തെളിവ് കാണിക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞാൽ അത് എങ്ങനെ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിന് എതിരാകും? അഡ്വക്കേറ്റ് BN ഭാസ്കർ, ആ ആർജവം ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് കാണിക്കേണ്ടതല്ലേ? ഈ രാജ്യത്തിന്റെ 10% വോട്ടേ ഇപ്പോൾ ഉള്ളൂ. ആ 10% ജനതയെങ്കിലും പ്രതിനിധീകരിക്കുന്ന ആളാണല്ലോ രാഹുൽ. ആ പ്രതിപക്ഷ നേതാവിന് ഏതെങ്കിലും വിധത്തിൽ ഒരു തെളിവുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഹാജരാക്കാൻ മടി? അത് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങളൊക്കെ അപ്രസക്തമായി എന്നൊക്കെയുള്ള മറുവാദം ഉന്നയിക്കുന്നത്? ആദ്യം ഈ ചോദ്യത്തിനല്ലേ മറുപടി വരേണ്ടത്, അഡ്വക്കേറ്റ് BN ഭാസ്കർ? അതിന് ഒരൊറ്റ ഉത്തരേ ഉള്ളൂ നീലിമ. BJPയും കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും അവകാശപ്പെടുന്നത് ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോ സ്വാഭാവികമായും ഈ വോട്ടർ പട്ടികയുടെ ഒരു ഡിജിറ്റൽ കോപ്പി ചോദിക്കുമ്പോൾ കൊടുക്കാനുള്ള മിനിമം മര്യാദ അല്ലെങ്കിൽ മിനിമം ആവശ്യം ഉന്നയിക്കപ്പെടുമ്പോൾ ആ ഡിജിറ്റൽ കോപ്പി വോട്ടർ പട്ടികയുടെ നൽകി കഴിഞ്ഞാൽ വളരെ വേഗം ആ ഡിജിറ്റൽ കോപ്പിയിൽ നിന്ന് എങ്ങനെ ഇതിൽ അസ്വാഭാവികതയുണ്ട് എന്ന് കണ്ടെത്താൻ കഴിയും രാഷ്ട്രീയ പാർട്ടികൾക്കും അല്ലെങ്കിൽ ഗവേഷകർക്കും എന്നുള്ളത് കൊണ്ടാണ് ആ ഡിജിറ്റൽ കോപ്പി നൽകാതിരിക്കുന്നത്. അപ്പോ ഡിജിറ്റൽ വാദമൊക്കെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് വളരെ തമാശയായിട്ടാണ് കരുതേണ്ടി വരിക. കാരണം വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞുകൊണ്ട് പഴയ ബാലറ്റ് രീതിയിലേക്ക് പോകണമെന്ന് ഒട്ടേറെ കാലം അതിനുവേണ്ടി വാശി പിടിച്ചവരാണ് രാഹുലും കൂട്ടരും ഇന്ത്യ മുന്നണിക്കാരും. അപ്പോൾ ഈ ഡിജിറ്റൽ കോപ്പിയുടെ കാര്യമൊക്കെ പറഞ്ഞ് ഇപ്പോൾ തടിയൂരാൻ നടത്തുന്ന നീക്കങ്ങൾ ജനം തിരിച്ചറിയുന്നുണ്ട്.